കാത്തിരിപ്പിനൊടുവിൽ ഞാനൊരു ഐഫോൺ എടുത്തു. അതിന്റെ സന്തോഷമാണ് ഈ കാണുന്നത്. എന്റെ വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും, ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും. ഒരു നല്ല ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്ന് ഞാൻ ചാനൽ തുടങ്ങി വന്നു തൊട്ടുള്ള ഒരു ഡ്രീം ആയിരുന്നു ഒരു നല്ല ക്യാമറ അല്ലെങ്കിൽ നല്ലൊരു ഫോൺ എടുക്കണം എന്നുള്ളത്. അതെന്തായാലും ഈ കൊല്ലം അവസാനം എനിക്കത് സാധിച്ചു. ഫോൺ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കൂടുതൽ അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ ആ സ്റ്റോറി ലൈക്ക് ചെയ്തിട്ടും കൂടി ഇല്ല, ലൈക്ക് ജസ്റ്റ് അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാത്ത കുറെ ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഹായ് ബൈ ബന്ധമുള്ള ആൾക്കാരാണ് കൂടുതലും ആ സ്റ്റോറി ലൈക്ക് ചെയ്തതും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച കൺഗ്രാറ്റ്സ്. പിന്നെ PCOD ഉള്ള ആൾക്കാരുടെ വേറൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരുന്ന മുടി ഉണ്ടല്ലോ, ആ കൊഴിയുന്നത് എന്തോരാന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഈ വീഡിയോ സഹിതം കാണിച്ചു തരാം. എന്റെ മുടി ഇഷ്ടമുള്ള ആൾക്കാർ ഇത് കാണണം. ഇത്രയും മുടിയും എന്റെ കൊഴിയുന്നുണ്ട്, പക്ഷെ ഇതാരും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഹെയർ ഇങ്ങനെ കെട്ടിവെക്കുന്നതും. എനിക്ക് അങ്ങനെ കെട്ടിവെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നിയിട്ടുള്ളതും. ഞാൻ എന്ത് കോസ്റ്റ്യൂം ഇട്ടാലും ലാസ്റ്റിന്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെയായിരിക്കും. അതെന്നെ കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. കുറച്ച് കാലങ്ങളായി ഞാൻ സ്റ്റുഡിയോ പ്രൊഡക്റ്റിൽ അഡിക്റ്റ് ആണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന മിക്ക സാധനങ്ങളും സ്റ്റുഡിയോത്തെയാണ്. എന്തോ അടിപൊളി സാധനങ്ങളാണ്. അല്ലാതെ സൺസ്ക്രീം, ലിപ് ബാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ അത് യൂസ് ചെയ്തിട്ടാണ് തോന്നുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. എന്റെ വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ ഇതിലൊരു വൈറ്റ് ഹാർട്ട് കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്യണേ. എനിക്കൊന്നും അറിയാൻ എത്ര പേർക്കാണ് ഈ വീഡിയോ ഇഷ്ടമുള്ളതെന്ന് എനിക്ക് അറിയാനായിട്ട്. പിന്നെ ഇനി കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടാവണമെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഉണ്ടാവുമായിരിക്കും. ഞാൻ എന്തായാലും മിനിമലായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ മാത്രമായിരിക്കാം. കോളേജിൽ പോകുന്ന കോലാണത്. എനിക്ക് എത്രയേ ഉള്ളൂ. സാധാരണ ബാഗൊന്നും ഉണ്ടാവാറില്ല. ഐ തിങ്ക് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ബാഗ് എടുത്തിട്ടത്. സാറിന് ഞാൻ ബാഗൊന്നും കൊണ്ടുപോകാറില്ല. ഒരു സൈഡ് ബാഗ്, ജസ്റ്റ് ഒരു ചെസ്റ്റ് ബാഗ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. എനിക്ക് തന്നെ മുടി കെട്ടി വെച്ച് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. എൻ്റെ മാക്സ് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് കോളേജിൽ പോകാനിടയ്ക്ക് തോന്നാറില്ല. അങ്ങനെ നേരെ എത്തി കോളേജിൽ എത്തിയപ്പോൾ തന്നെ മൂടാ പോയി. എന്താണാവോ. പിന്നെ നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനെ കണ്ടപ്പോൾ ഹാപ്പി. ആള് ഹായ് തന്നു ബൈ തന്നു ഒക്കെ ഒരുമിച്ചായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയി. ക്രിസ്മസ് ആയെന്ന് എനിക്ക് തോന്നിയത് കോളേജിൽ ഈ രണ്ട് മൂലയ്ക്കൊക്കെ 2-3 ട്രീ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ കണ്ടുകൂട്ടിയത് എന്റെ ഗ്ലിബി മിസ്സിനെ ആയിരുന്നു. പിന്നെ വന്നപ്പോ തന്നെ എന്റെ ഹരിത ചേച്ചി മേക്കപ്പും തുടങ്ങി. പ്രത്യേകിച്ചൊന്നും കഴിക്കാണ്ട് പോയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായി. അപ്പൊ തന്നെ ക്യാൻറ്റീൻ പോയി 2 ഇഡ്ഡലി പറഞ്ഞു. ഡയറ്റിലാണേ, അപ്പൊ ഇഡ്ഡലിയൊക്കെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് വിഷം കൊടുത്താലും കുടിക്കും, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ലാബിൽ കയറി നമുക്ക് ഇഷ്ടംപോലെ പരിപാടി. എന്റെ ക്ലാസ്സിൽ അറിയപ്പെട്ട ഒരു തൃശ്ശൂർ കെടിയാണ് കേട്ടോ ഇവന്റെ പേരാണ് മിഥുൻ. അപ്പൊ നമ്മളങ്ങനെ ക്ലാസ്സിലൊക്കെ കയറി കഴിഞ്ഞപ്പോ ലഞ്ച് ബ്രേക്ക് ആയി. ഇതിൽ കൂടുതലും തിന്നണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ തിന്നാന്നുള്ള പരിപാടി ഇവിടെ യൂഷ്വലാണ്. ഫുഡ് കഴിച്ചു വന്നപ്പോ ദേ കിടക്കുന്നു. ഉച്ചയ്ക്ക് നട്ടപ്പറ വെയിലത്ത് ഷട്ടിൽ കളിക്കുന്നു. ഇവരൊക്കെ എന്താ പറയാ, പെട്ടെന്ന് ട്വിസ്റ്റായില്ലേ രാത്രി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പാലക്കിൽ പോയിട്ട് ഒരു വ്യൂ ഒക്കെ കണ്ടിട്ടാണ് വീട്ടിൽ പോയത്. സീൻ തന്നെയായിരുന്നു. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.